പ്രളയകാലത്തും കോവിഡ് കാലത്തും ജീവനക്കാരുടെ ശമ്പളം നിർബന്ധമായി പിടിച്ചെടുത്ത സംസ്ഥാന സർക്കാർ നീക്കം ഇത്തവണ മുളയിലെ നുള്ളുകയാണ് സംഘടനകൾ. അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിപ്പിലാണ്. കാരണം അന്ന് ശമ്പള ചലഞ്ചിലൂടെ 1 മാസത്തെ ശമ്പളം പിടിച്ചെടുത്തിട്ടുണ്ട്. ശമ്പളം മാറ്റിവെക്കലിനും വഴങ്ങേണ്ടി വന്നു. അന്ന് സമ്മതപത്രം പോലുള്ള സർക്കാർ ഉപാധികൾക്കും കീഴടങ്ങേണ്ടി വന്നിരുന്നു. അതിനാൽ ഇത്തവണ ഉരുൾപൊട്ടൽ തകർത്ത വയനാടിന്റെ പുനരധിവാസത്തിനായി സ്വമനസാലെ സഹായിക്കുമെന്ന നിലപാടെടുക്കുകയാണ് ജീവനക്കാർ. നിർബന്ധിത സാലറി ചലഞ്ച് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വയ്ക്കാനുള്ള അവസരം ഭരണപക്ഷ സർവീസ് സംഘടനകൾ തന്നെ ഇല്ലാതാക്കി. 5 ദിവസത്തെ ശമ്പളം നൽകാമെന്ന പ്രഖ്യാപനത്തിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയം അങ്ങനെയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു സമന്വയം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ ജീവനക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. വലിയ പ്രയാസമുണ്ട് ജീവനക്കാർക്കിടയിൽ, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നോൺ ഗസറ്റ് ജീവനക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് മാസം മുന്നോട്ട് പോകുന്നത്. ശമ്പള ചലഞ്ചിനും ശമ്പളം മാറ്റിവെക്കലിനുമെതിരെ കോടതി കയറി സർക്കാരിനെ കുരുക്കിയ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ നിർബന്ധിത ചലഞ്ചിനോട് ഒട്ടും തയ്യാറല്ല. ഉപാധിരഹിത അഭ്യർത്ഥന സർക്കാർ നടത്തട്ടെ, എത്ര വേണമെങ്കിലും ജീവനക്കാർ കൊടുക്കാൻ തയ്യാറാകും. അതായത് നിർബന്ധിത സാലറി ചലഞ്ചാണെങ്കിൽ കോടതി കയറുമെന്ന മുന്നറിയിപ്പാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ തുകയൊന്നും കൊടുക്കാൻ ജീവനക്കാർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ 10 എന്നുള്ളത് പതുക്കെ അത് താഴോട്ട് വന്നു എന്നുള്ളതാണ്. അവിടെയും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ചിലപ്പോൾ അതിൽ കൂടുതൽ തുക തരാൻ ശേഷിയുള്ളവരുണ്ടാവും. അവർ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങണം. ശമ്പള ചലഞ്ചിന് വഴങ്ങിയിട്ടും തുടർന്നുള്ള വർഷങ്ങളിൽ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ചെന്ന പരാതി സർവീസ് സംഘടനകൾക്കിടയിലുണ്ട്. ഭരണപക്ഷ സംഘടനകൾ പരസ്യമായി പറയില്ല, പ്രതിപക്ഷ സംഘടനകൾ തുറന്നു പറയും. 7 ഗഡു DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയവയെല്ലാം സർക്കാർ പിടിച്ചുവയ്ക്കുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ ഇത്തവണ വഴങ്ങേണ്ടെന്ന നിലപാടെടുത്തത്. അതിനാൽ നിർബന്ധിത സാലറി ചലഞ്ച് എന്ന ആശയം നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ല. 5.25 ലക്ഷം ജീവനക്കാരിൽ നിന്ന് നിശ്ചിത തുക പിരിച്ചെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ സ്വരൂപിക്കാമെന്ന സർക്കാർ മോഹവും നടക്കില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.